ഇന്ന് മെയ് 12 ഫൈബ്രോമയാൽജിയ അവയർനെസ് ഡേ. വളരെ കുറച്ച് പേർക്ക് ഫൈബ്രോമയാൽജിയനെ കുറിച്ച് അറിയുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ. ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞാൽ പേശിവാദ അല്ലെങ്കിൽ മസിൽസിലുള്ള ഒരു പെയിൻ ആണ് സാധാരണ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? എന്തിനാണ് ഞാനിവിടെ സംസാരിക്കുന്നത്? ഞാനിതിവിടെ സംസാരിക്കുന്നതിന് ആധികാരികമായി പറഞ്ഞാൽ ഞാൻ ഡോക്ടറോ ഒരു നഴ്സോ അല്ല. പക്ഷേ ആ ഒരു കണ്ടീഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഫൈബ്രോമയാൽജിയ ആസ് ഇറ്റ് ഈസ് ഫൈബ്രോമയാൽജിയ അവയർനെസ് ഡേ. വാട്ട്, വെൻ, ഹൗ? എന്ത്, എങ്ങനെ, എപ്പോൾ? എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്? ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ മസിൽ പെയിൻ ആണ്. അപ്പോൾ മസിൽ പെയിൻ, എല്ലാ മസിൽ പെയിനും ഫൈബ്രോമയാൽജിയ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് എനിക്ക് ഡയഗ്നോസ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്ന ഒരു കണ്ടീഷനിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഫൈബ്രോമയാൽജിയ ആണെന്ന് ഞാൻ അതിലും സ്ട്രെസ്ഫുള്ളായി ഒരു 2 ഇയേഴ്സ് അനുഭവിച്ചതിന് ശേഷം മനസ്സിലാക്കുന്നത്. സോ ഇഫ് എനിബഡി ഈസ് ഹാവിങ് സഫറിങ് ടു മച്ച് പെയിൻ എന്നുള്ളത് അതെല്ലാം ഫൈബ്രോമയാൽജിയ ആവണം എന്നില്ല. റീസൺസ് പലതാണ്. പല ഡോക്ടർമാരെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉത്തരമായിരുന്നു എൻ്റെ ഈ ഒരു ഫൈബ്രോമയാൽജിയ എന്ന കണ്ടീഷൻ. സോ വെൻ ഇറ്റ് ഈസ് falling on fibromyalgia awareness day, I thought I should talk about that. ഫൈബ്രോമയാൽജിയ വരുന്നത് ടു മച്ച് സ്ട്രെസ് എന്നുള്ളൊരു കോസാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. ലോകത്തിൽ 2നും 5നും ഇടയിലുള്ള ശതമാനം ആളുകളിൽ മാത്രമാണ് ഫൈബ്രോമയാൽജിയ കാണുന്നു എന്ന് പറയുന്നു. അപ്പം എനിക്ക് ഡയഗ്നോസ് ചെയ്ത സമയത്ത് പലരും എന്നെ നല്ലോണം കളിയാക്കിയിട്ടുണ്ട്. ബേസിക്കലി തടിയാണ്, തടിയുടെ പറഞ്ഞിട്ട് കളിയാക്കൽ. തടി എന്ന് പറയുമ്പോൾ തടിയല്ലായിരുന്നു അത്, നീർക്കെട്ടായിരുന്നു, ഇൻഫ്ലമേഷനായിരുന്നു, ബോഡി ഇൻഫ്ലമേഷനാണ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തത്. ഇറ്റ് വിൽ നോട്ട് ബി ജനറൽ ടു എവ്രി വൺ. അത് എല്ലാവർക്കും ജനറൽ ആവണമെന്നില്ല. Fibromyalgia is causation of pain in bones and muscles. It's a chronic condition that affects approximately 2 to 5% of world's population. അത്രയേ ഉള്ളൂ. അത് കാരണം ആധികാരികമായിട്ട് ധാരാളം പഠനങ്ങളോ മരുന്നുകളോ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റിൽ ഐ എം അവെയർ ഓഫ് ലൈക്ക് ദാറ്റ് ഓൺലി. ഇതിന് കുറേ സിംറ്റംസ് ഉണ്ട്. എന്താ പറയുക, കുറേ സിംറ്റംസ് ഉണ്ട്. നമുക്ക് ഇതാണ് അതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രീകരിക്കാൻ പറ്റില്ല. മെയിനായിട്ടുള്ള കാര്യം ആർക്കും ഇതൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകും സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇപ്പം എന്നെപ്പോലെ ഫൈബ്രോമയാൽജിയ എന്ന അവസ്ഥ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എവിടെയെങ്കിലും വേദന എന്ന് പറഞ്ഞാൽ അവർ പറയും തോന്നലാണെന്ന്. ഇന്ന് കൂടി ഞാൻ കേട്ടിട്ട് വരുന്നത് എക്സസൈസ് ചെയ്താൽ ഈ തടിയൊക്കെ കുറയുന്നു. ആക്ച്വലി ഇത് തടിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ 4 വർഷം കഴിഞ്ഞു. ഇത് മാനേജ്മെന്റ് മാത്രമേ പറ്റുള്ളൂ എന്നും എനിക്കറിയാം. സോ ഹൗ വിൽ മാനേജ്? നമ്മളെപ്പോഴും ഒറ്റ മരങ്ങളായിരുന്നാൽ മതിയോ? എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? സിവിയറായിട്ട് എന്തെങ്കിലും മാനസിക സംഘർഷം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമ, അതുമല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും തരം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളല്ല, സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഫൈബ്രോമയാൽജിയ എന്ന കേസിലേക്ക് പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ വാട്ട് ക്യാൻ യു ഡു ഫോർ ദം? നമ്മൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്തരം ആളുകൾക്ക് വേണ്ടി? എന്തെങ്കിലും ചെയ്യാൻ പറ്റണമല്ലോ അല്ലേ, ഒരു പറ്റം ആളുകൾ വിഷമിക്കുമ്പോൾ. അപ്പം അറ്റ്ലീസ്റ്റ് ഈ ദിവസമെങ്കിലും അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കാം. ഷെയർ യുവർ സ്റ്റോറി if you are someone having fibromyalgia. Just share your story to someone. അതൊരു അവയർനെസ് ആണ് അല്ലേ. എൻ്റെ മുഴുവൻ കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ പറയുകയാണെങ്കിൽ നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാവും, മസിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവണതാണ് ഇടയ്ക്കിടയ്ക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് മൂഡ് ഓഫ് ആൻഡ് ഓൺ എന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ധാരാളം. നമ്മളെന്താ ആഗ്രഹിക്കുന്നത് എല്ലാവരും? സന്തോഷം. പക്ഷെ നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ ചോദിച്ചാൽ അത് ലഭിക്കുന്നില്ല. ബിക്കോസ് ഓഫ് വാട്ട്? നമ്മൾക്ക് കുറേ സ്ട്രെസ്സാണ്. നമ്മൾ ഇത്രയും വർഷമായിട്ടും നമ്മൾ എവിടെയും എത്തിയില്ലല്ലോ. അല്ലെങ്കിൽ ഇതിപ്പോൾ എനിക്ക് വരാൻ കാരണം മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് വൺ ഡേ ഐ ഹാവ് ഡിസ്കവേർഡ് ദിസ് തിങ്. അങ്ങനെയല്ല, ഒരു ദിവസം കൊണ്ട് ഞാൻ കണ്ടെത്തിയ ഒന്നല്ല ഫൈബ്രോമയാൽജിയ. ഇത് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇതാണെന്ന് തിരിച്ചറിയുന്നതും. പല ഡോക്ടർമാരെ കണ്ടു, ഫൈനലി ഇതിൽ കൺക്ലൂഷൻ വന്നത്. എന്നിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഇത് ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചു ഇപ്പോൾ 4-4.5 വർഷമായി ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. സോ വാട്ട് ഈസ് ദ ബേസിക് നീഡ്? സന്തോഷമില്ലേ ചോദിച്ചാൽ ഓക്കെ, വി ആർ ഹാപ്പി. സോ ഹൗ വി ആർ മാനേജിങ് ഇറ്റ്? മാനേജബിൾ ആണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം നമ്മൾക്ക് ബാക്കി സമൂഹം നമ്മളെക്കുറിച്ച് പറയുന്ന തെറ്റിദ്ധാരണകൾ, നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സെൻറ്റൻസുകളൊന്നും വിഷമമല്ലാതായി തീരും.
അങ്ങനെ ആവണം നമ്മൾ. കാരണം വി ഹാവ് ടു ബി സ്ട്രോങ് ഫ്രം ഇൻസൈഡ്. പിന്നെ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഉറക്കം. ഉറക്കം എന്ന് പറഞ്ഞ സംഭവം എനിക്കില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാനായിട്ട്. പണ്ടൊക്കെ പഠിക്കാനാണ് ഉറക്കം ഉളച്ചിരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ പെയിൻ കൊണ്ടാണ് ഉറക്കം ഉളച്ചിരിക്കുന്നത്. സമയം പോകുന്നത് അറിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ഹാവ് ടു മേക്ക് ജോയ് ടു മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ സന്തോഷം ഉള്ള ഒരാളാക്കി മാറ്റണം എന്ന നിലയ്ക്ക് ഞാൻ എഴുതാൻ തുടങ്ങി. ഞാൻ എഴുതുന്നതെല്ലാം എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഒരു എന്താ പറയുക അങ്ങനത്തെ എഴുത്തൊന്നുമല്ല. ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ് ആണ് ഞാൻ എഴുതുന്നത്. ഡയറി ആയിരുന്നപ്പോൾ ആർക്കും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് പബ്ലിഷ് ചെയ്തൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളായി. പിന്നെ എഴുതണ്ട എന്ന് കുറച്ച് പേര് പറഞ്ഞു. പിന്നെ എഴുത്ത് നിർത്തി. അപ്പോൾ വീണ്ടും സ്ട്രെസ്സായി. അപ്പോൾ വാട്ട് മേക്ക് യു ഹാപ്പി? എന്താണ് നിങ്ങളെ സന്തോഷം തരുന്നത്? അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ചിലവർക്കത് റൈറ്റിംഗ് ആവാം. ജേർണലിംഗ് എഴുതും. ജേർണലിംഗ് ചെയ്യുമ്പോൾ കുറേയൊക്കെ സ്ട്രെസ് ലെറ്റ് ഔട്ട് ആവും. പിന്നെ കുറച്ച് നടക്കാൻ പോകണം എന്ന്. നടക്കാൻ പോകണം, ഓടാൻ പോകണം. വാട്ട് യു വോണ്ട് ടു ഡു യു ഹാവ് ടു ഡു. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് എല്ലാം സ്റ്റോപ്പ് ആവുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് വർത്തമാനം പറയാനാണ്. പക്ഷെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളൊരു ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഉള്ള കാരണം ഞാനിങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നു. ഇതുപോലെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, നിങ്ങളൊരു ഫൈബ്രോമാൽജിയ ഡയഗ്നോസ്ഡ് ആളാണെങ്കിൽ ജസ്റ്റ് കമന്റ് ടു മീ. ഓക്കെ, സോ ബി സ്ട്രോങ്. പിന്നെ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട, ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ബി അവെയർ ദർ ആർ സം പീപ്പിൾ ഹാവിങ് ഇങ്ങനെ പെയിനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരെ ഒറ്റപ്പെടുത്താണ്ടിരിക്കുക. പിന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഹേർട്ട് ചെയ്യണ സെൻറ്റൻസുകൾ പറയാതിരിക്കുക. ഡോണ്ട് ഗിവ് ടു മച്ച് സ്ട്രെസ്. എല്ലാവർക്കും ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടാൻ എന്താ പറയുക, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണിൽ അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവർക്ക് എഴുതണമാണോ ഇഷ്ടം, എഴുതട്ടെ. സ്റ്റിച്ച് ചെയ്യണമാണോ ഇഷ്ടം, സ്റ്റിച്ച് ചെയ്യട്ടെ. ഇഫ് ദേ വോണ്ട് ടു വാച്ച് എ മൂവി, ലെറ്റ് ദം. പക്ഷേ അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. വെറുതെ എക്സസൈസ് ചെയ്താൽ ശരിയാവും, ഇതൊക്കെ പൊണ്ണത്തടിയല്ലേ, നീ ഈ ഡ്രസ്സ് ഇട്ടാൽ ശരിയാവില്ല, നീ എന്താ ഹൈറ്റ് കുറഞ്ഞതാണ്, ഹൈറ്റ് കൂടിയതാണ്, തടി കൂടിയതാണ്, തടി കുറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബോഡി ഷേമിങ് ചെയ്യാതിരിക്കുക. ഫാമിലി സപ്പോർട്ട് ഹാസ് മസ്റ്റ്. ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് മസ്റ്റാണ്. അല്ലെങ്കിൽ തളർന്നു പോകാവുന്ന കുറേ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഓവർ തിങ്കിങ് കാരണം ഉണ്ടാകുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യുക. ഇനി ഫൈബ്രോമാൽജിയ ഉള്ള ആളുകളാണ്, ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്, എക്സസൈസ് ചെയ്യാൻ പറ്റണത് നിങ്ങൾക്ക് ഹെവി എക്സസൈസ് ബുദ്ധിമുട്ടാണെങ്കിൽ ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യാം. ഓടാൻ പറ്റില്ലെങ്കിൽ നടക്കുക, സ്ട്രെച്ചസ് ചെയ്യാം. ഇനി ഉറക്കം മസ്റ്റാണ്. ഉറങ്ങാൻ ബുദ്ധിമുട്ടാണെന്നറിയാം, ഉറക്കം വരില്ല എന്നറിയാം. ട്രൈ ടു മാനേജ് ഗുഡ് സ്ലീപ്പ് ഹൈജീൻ. നല്ലൊരു സ്ലീപ്പ് ഹൈജീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. പറ്റാവുന്ന സമയത്തൊക്കെ സന്തോഷമായിരിക്കുക. നിങ്ങൾക്കൊരു പാട്ട് കേൾക്കണം തോന്നിയ പാട്ട് കേൾക്കുക. പിന്നെ സന്തോഷമായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ് കേട്ടോ. അപ്പം ആളുകൾ പലതും പറയട്ടെ നമ്മളെക്കുറിച്ച്. ബോഡി ഷേമിങ് ചെയ്യണവർ ചെയ്യട്ടെ. ഇനി നമ്മളെ ഹേർട്ട് ചെയ്യണവരും ഹേർട്ട് ചെയ്യട്ടെ അല്ലേ. അവർക്ക് അതാണ് സന്തോഷം വെച്ചാൽ അതവർ ചെയ്യട്ടെ. പക്ഷെ നമ്മുടെ സന്തോഷത്തിന് ഒരു ബാരിയർ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ കൂടി ഇന്ന് കൂടി കേട്ട കാര്യങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് സന്തോഷം. സോ ഐ എം ടോക്കിംഗ് ലൈക്ക് ദിസ്. എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ വീണ്ടും കേൾക്കുക. പെയിൻ ഇസ് റിയൽ. വേദന എന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ, നുണ പറയുന്നതല്ല. വേദനിക്കുമ്പോഴാണ് വേദന എന്ന് പറയുന്നത്. വേദനിക്കാതെ ഒരാൾ വേദന എന്ന് പറയുന്നില്ല. തടിയല്ല, നീർക്കെട്ടാണ്. അതുപോലെ ജോലി ചെയ്യാതിരിക്കുന്നതല്ല, പറ്റാഞ്ഞിട്ടാണ്. മനസ്സിലാക്കുക. ആൻഡ് ഡോണ്ട് ഹേർട്ട് എനി വൺ. താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ. ഫൈബ്രോമാൽജിനെ പറ്റി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഫ് someone is suffering, just give a helpful hand. Don't hurt them. Thank you.